ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അബു ഷേമ കിച്ചൻ യൂട്യൂബ് ചാനൽ. ഞാൻ അലവിക്കുട്ടി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ്, തേങ്ങയും റവയും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഒരു കിടിലൻ സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് റവ സ്നാക്കാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് റവ ഇട്ട് കൊടുക്കുകയാണ്. റവ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി നന്നായി വേവിച്ചെടുത്ത് വെള്ളമൊക്കെ നന്നായി വറ്റിയതിന് ശേഷം ഇതൊരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് നന്നായി കുഴച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടുന്നു കരുതിയിട്ടാണ് ഞങ്ങളിത് കുഴക്കുന്നത് കൂടുതൽ കാണിക്കാത്തത്. അപ്പോൾ ശരിക്കും കുഴക്കണം. കുഴച്ചാലേ അതിൻ്റെ ഒരു സാൻഡ്വിച്ചിൻ്റെ ആ ഒരു കറക്റ്റ് ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇതിലേക്കൊരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ തേങ്ങയാണിത്. തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് അതിനകത്ത്. അപ്പോൾ തേങ്ങയിൽ പിസ്ത കളർ ചേർത്ത് കൊടുത്തതാണ്. നിങ്ങൾ വേണം കളർ ചേർക്കാം, ഇല്ലെങ്കിൽ കളർ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ അത് റെഡിയായി ഫില്ലിങ്. എന്നതിന് ശേഷം ഇത് ചൂടാറിയിരിക്കുന്നു. അപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി കുഴക്കണം നന്നായിട്ട്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഉദ്ദേശിച്ചൊരു ഫലം കിട്ടില്ല. അപ്പോൾ ഇത് നന്നായി കുഴച്ച് റെഡിയാക്കി റോളാക്കിയിരിക്കുകയാണ്. ഈ റോളാക്കിയത് നന്നായി ഓരോ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തിട്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലാക്കിയിട്ട് ഓരോ ഉരുളകളും ചെറുനാരങ്ങ വലുപ്പത്തിലാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം ഉരുട്ടി ഒരു ചെറുനാരങ്ങ രൂപത്തിലാക്കി ഇനി അതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കുകയാണ്. നടുവിലൊരു കുഴിയൊക്കെ ആക്കിയിട്ട് എന്നതിന് ശേഷം ഒരു ചെറിയ കട്ടോരി മാതിരി ആക്കിയിട്ട് അതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അത് കവർ ചെയ്തിട്ട് വീണ്ടും റൗണ്ട് ഷേപ്പ് ആക്കുക. റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ഷേപ്പിലാണ് വേണ്ടത് വെച്ചാൽ ആ ഷേപ്പിലാക്കി എടുക്കാവുന്നതാണ്. ഞങ്ങളിവിടെ ഒരു കട്ട്ലറ്റ് ആ ഷേപ്പിലാണ് ഞങ്ങൾ ആക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് എണ്ണ ഒക്കെ തിളച്ച് ലെവലായിട്ട് അതിലിട്ട് കരിഞ്ഞ് പോരുത്. ഇതെല്ലാം വെന്ത സാധനങ്ങളാണ്, കുക്കായതാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എല്ലാം ഇതുപോലെ ആക്കിയെടുക്കുക. എന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇതുപോലെ ആക്കിയെടുക്കുക. എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇതൊരു ഫ്രൈ പാൻ എടുത്ത് ഓയിൽ ഒഴിച്ച് അത് എണ്ണ നന്നായി ചൂടായി വരണം. ചൂടായതിൻ്റെ ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഓരോന്നിട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ഇതിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. ഇതെല്ലാം കുക്കായതാണ്, വെന്ത സാധനങ്ങളാണ്. ഒന്നും ഇങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക എല്ലാം. അപ്പോൾ നമ്മളുടെ രണ്ട് ഇൻഗ്രീഡിയൻസ്, തേങ്ങയും റവയും ഇല്ലാത്ത വീടുകളുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഗസ്റ്റൊക്കെ വന്നാലും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റംസാണ്. അപ്പോൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നല്ല വെറൈറ്റി റെസിപ്പികൾ നമ്മുടെ ചാനലുണ്ട്. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. സിമ്പിൾ റെസിപ്പി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അബു ഷേമ കിച്ചൻ മറക്കാതെ ഫോളോ ചെയ്യുക.